നാട്ടിലെ പോലെയല്ല SMS ആണ് സീറ്റ്, മിറർ, സീറ്റ് ബെൽറ്റ്. റിസ്റ്റ് സ്റ്റിയറിംഗിൽ സ്ട്രൈറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം മിറർ നോക്കാനായിട്ട്. നോക്കി ഇനി മിറർ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ നോക്ക്. 3 മിററും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 6 പോയിന്റ്സ് ചെക്ക് ചെയ്യണം. 6 പോയിന്റ്സ് ചെക്ക് ചെയ്യേണ്ട വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവില്ലേ? ഒന്ന് ചെയ്തേ. ഇനി അതൊരിത്തിരി സ്ലോലി ചെയ്ത് എക്സാമിനറിന് മനസ്സിലാവേണ്ടേ താൻ ഏത് ഭാഗത്തേക്കൊക്കെയാണ് നോക്കണമെന്നുള്ളത്. പയ്യെ ചെയ്യുന്നൂടി. ലൈൻ ട്രാഫിക്കാണ് നമ്മളോട് ഫോളോ ചെയ്യുന്നത്. ലൈനിൽ ഒരു കാരണവശാലും ടച്ച് ചെയ്യാൻ പാടില്ല. എപ്പോഴെങ്കിലും ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിനർ അപ്പം തന്നെ ഫെയിൽ ആക്കും. നമ്മൾ ടേൺ ചെയ്യാനാണെങ്കിൽ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റിലേക്കൊക്കെ ടേൺ ചെയ്ത് എടുക്കുന്ന സമയത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ലൈൻസിൽ ടച്ച് ചെയ്യാൻ പാടില്ല. റോഡ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. സൈൻ ബോർഡ്സ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. സ്പീഡ് ലിമിറ്റ് എത്രയാണെന്ന് എപ്പോഴും അവെയർ ആയിരിക്കണം. പെഡസ്ട്രിയൻ ക്രോസിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോ ആക്കണം. പെഡസ്ട്രിയനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ഇട്ട് നിർത്തണം. പെഡസ്ട്രിയൻ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഡബിൾ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. സ്ലോലി എടുക്കണം. ഓക്കെ. സ്ലോ ആക്കുമ്പോൾ റിയർ വ്യൂ മിറർ ചെക്ക് ചെയ്യണം. സിഗ്നൽസിൽ എത്തുമ്പോൾ റിയർ വ്യൂ മിറർ ചെക്ക് ചെയ്യണം. സിഗ്നൽസ് രണ്ട് സൈഡിലേക്ക് ഇടുമ്പോൾ റിയർ വ്യൂ മിറർ ചെക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോൾ റിയർ വ്യൂ മിറർ ചെക്ക് ചെയ്യണം. ഒരു 5 സെക്കൻഡിൽ റിയർ വ്യൂ മിറർ ചെക്ക് ചെയ്യണം. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എത്രയാന്ന് നോക്കിയേ? 30. ഇപ്പൊ എത്രയല്ല പോകുന്നത്? 35. സ്പീഡ് കുറയ്ക്ക്. സ്കൂൾ സോൺ ആണ്. മിറർ ചെക്ക് ചെയ്തോ? സിഗ്നൽ ഇട്ടപ്പോ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് മിറർ ചെക്ക് ചെയ്തോ? യെല്ലോ ലൈനിലുള്ള ഹമ്പ് വരുമ്പോ 20 ആക്കണമെന്ന് പറഞ്ഞില്ലേ? 20 ആയോ? ഇല്ല, 20 ആയില്ല. ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് റിയർ വ്യൂ മിറർ നോക്കണമെന്ന് പറഞ്ഞില്ലേ? നോക്കിയായിരുന്നോ? ഇല്ല, നോക്കിയില്ല. സ്പീഡ് ലിമിറ്റ് എത്രയാ? 60. ഇപ്പൊ എത്രയല്ല പോകുന്നത്? സ്പീഡിൽ പോ. ഓരോ 5 സെക്കൻഡിൽ മിറർ നോക്കണം എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ടോ? ഇല്ല. മിറർ നോക്കുന്നത് തല നല്ലോണം ചെരിച്ചു വേണം നോക്കാനായിട്ട്. ഇല്ലെങ്കിൽ എക്സാമിനറിന് മനസ്സിലാവില്ല ഇയാൾ മിറർ നോക്കുകയാണെന്നുള്ളത്. ഒന്ന് ചെരിച്ചു നോക്കിയേ. അത്രയും വേണ്ട, ഓവറായി അത്. നമുക്കിനി റൗണ്ട് അബൌട്ട് പോയി പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിൽ. 2 ലൈൻ റൗണ്ട് അബൌട്ടും 3 ലൈൻ റൗണ്ട് അബൌട്ടും തമ്മിൽ റൂൾസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റൈറ്റും ലെഫ്റ്റും യൂ ടേൺ എടുക്കാനുള്ള എല്ലാം പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലൈൻ ചേഞ്ച് പഠിക്കാൻ വേണ്ടി. ലൈൻ ചേഞ്ച് പഠിക്കാന്ന് പറയുന്നത് ഇനി അതിനേറെ റൂൾസ് ഉണ്ട്. നമുക്ക് ബ്ലൈൻഡ് സൈഡിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് നോക്കുന്ന, റൈറ്റ് തിരിഞ്ഞ് നോക്കുന്ന, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ലൈസൻസ് നമുക്ക് കിട്ടണം. അതായിരിക്കണം നമ്മളുടെ അജണ്ട. എന്താ? ഓക്കെ അല്ലേ?